ഹായ്, നമുക്ക് ബൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഈ പ്ലേറ്റ് പ്ലാസ്റ്റിക്കിലെ പ്ലേറ്റാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പ്ലേറ്റിന്, എല്ലാവർക്കും അറിയാം. എന്നാലും ഈ പ്ലേറ്റ് നമ്മൾ പെൻസിൽ വെച്ച് ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ വരയ്ക്കുമ്പോഴേ അത് പൊട്ടും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, സ്റ്റീൽ ഗ്ലാസ് എടുത്തിങ്ങനെ കമഴ്ത്തി ഈ സൈഡ് ഇങ്ങനെ മൂർച്ചയുള്ള ആ ഗ്ലാസ് ഇങ്ങനെ കമഴ്ത്തി ഒരു തട്ട് മുകളിൽ തട്ടിയാലും മതി. ഞാനിത് വെട്ടി തീർന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ ഇതുപോലെ പെൻസിൽ വെച്ച് ഇങ്ങനെ നമ്മൾക്ക് ഏത് അളവിലാണോ ഉണ്ടാക്കേണ്ടത്, നമുക്ക് ഏത് വലിപ്പത്തിലാണോ പൂ ഉണ്ടാക്കേണ്ട ആ അളവിൽ ഇങ്ങനെ തട്ടിയെടുത്താൽ മതി. കണ്ടോ? പിന്നെ ഈ അളവിൽ ഈ എടുക്കുന്നതിൻ്റെ അളവിൽ തന്നെ നമ്മൾ പൂവ് ഉണ്ടാക്കണം. ഞാൻ ഈ കുപ്പിയുടെ അടപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ നടുക്കിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഞാനിപ്പോൾ കുപ്പിയുടെ അടപ്പ് വെച്ചേക്കുന്നത്, ആ ഭാഗത്തെ ഇതളിന് അത്രയ്ക്ക് നല്ല എന്താ പറയുക, ഒരു ഷേപ്പ് കാണത്തില്ല. എന്നാലും നമ്മൾ അതും കളയാതെ എടുക്കണം. എടുത്ത് ഫ്രണ്ടിൽ വെക്കാതെ ബാക്കിലോട്ട് നമുക്കൊരു ഇതളായിട്ട് അതിൻ്റെ ഇടയിൽ കയറ്റി വെക്കാൻ പറ്റും. ഒന്നും വേസ്റ്റ് ചെയ്യാതെ അതും നമുക്ക് എടുക്കാം. കണ്ടോ? നല്ല ഷേപ്പില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രണ്ടിൽ വരാത്ത വിധം വെച്ചാൽ മതി. കണ്ടോ? നമുക്ക് നേരത്തെ വെട്ടിയതിൻ്റെ അത്രയും ഷേപ്പ് കാണത്തില്ല. പിന്നെ ഉള്ളതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇതളുകൾ എത്ര എണ്ണമാണോ കിട്ടുന്നത് അതങ്ങ് വെട്ടിയെടുക്കണം. അത്രയും കിട്ടി. ചെറുതായിട്ടൊന്ന് ഷേപ്പ് എടുത്തത്. അതിനേക്കാളും എൻ്റെ സ്റ്റീൽ ഗ്ലാസ് ആയിരുന്നു നല്ലത് കേട്ടോ. നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് കൈ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അതിങ്ങനെ വരും. പിന്നെ ഇത്രയുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇനി നമ്മൾ ഇതേ കണക്കെടുത്ത് വെച്ച് ഒട്ടിക്കരുത്. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുപ്പിയുടെ അടപ്പായാലോ ഗ്ലാസിൻ്റെ അകത്തോട്ടാണ് കമഴ്ത്തി നമ്മളിങ്ങനെ വെക്കത്തില്ലേ, വെക്കുമ്പോൾ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇച്ചിരി വെള്ളം എടുത്ത് പഞ്ഞിയിലോ തുണിയിലോ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. വെള്ളം തൊട്ട് ഒന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു നനവ് ഈ പ്ലാസ്റ്റിക്കിൽ പിടിക്കും. പ്ലാസ്റ്റിക്കും പേപ്പറും കൂടെ ചേർന്നതല്ലേ, അതുകൊണ്ട് ഇത് പിടിച്ചോളും. പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടിക്കുമ്പോൾ അതിനൊരു മയം കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതളുകളൊക്കെ അതേ ഷേപ്പിലിരിക്കും. അല്ലെങ്കിൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. നല്ല പൊട്ടും. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചപ്പോഴെനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച്, തോനെ നനവ് നിൽക്കില്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന പശ അതിൽ ഇരിക്കത്തില്ല. ഉണ്ടോ? ഞാൻ ആ കുപ്പിയുടെ അളവിലാണ് ഇങ്ങനെ ഒട്ടിച്ച് ഇത്രയും ആയിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. എന്താ പറയത്തില്ലേ, ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരാളിരിക്കുന്നുണ്ടോ. ഞാൻ വിചാരിച്ച അവിടെ അലയ്ക്കുന്ന ഇതും കൂടെ ശ്രദ്ധിക്കണമായപ്പോൾ ഞാൻ വിചാരിച്ചത് ഓൺ ചെയ്ത് വെച്ചേക്കുമായിരിക്കുന്നതെന്ന്. പിന്നെ വിചാരിച്ചു പിന്നെ ഉണ്ടാക്കാനായിട്ട് സാധനമില്ലായിരുന്നു. ഉണ്ടോ? ഈ ഇരിക്കുന്ന ഇതളുകളേ ഉള്ളൂ. ബാക്കിയുള്ളത് ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ച്. നമുക്ക് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഉണ്ടോ? ഓരോ ഇതളിങ്ങനെ ഉണ്ടോ? ഈ 2 ഇതളിൻ്റെ മണ്ടയ്ക്ക് മുകളിലായിട്ട് ഇത് ഇങ്ങനെ ഒട്ടിക്കണം. ഉണ്ടോ? ചൂടോടെ എടുത്ത് വെച്ച് പിടിക്കല് ഉരുകിപ്പോവും. എനിക്ക് പറ്റിയ അബദ്ധമാണ് ഇത്. നമ്മൾ ഈ മെഴുകുതിരിയിലോട്ട് കൊടുത്തല്ലേ ഇത് ഉരുക്കി ഒട്ടിക്കുമ്പോൾ ആ ചൂടോടെ എടുത്ത് വെച്ചങ്ങ് പിടിച്ചെടുത്താൽ ഇതത്രയും കട്ടിയില്ലാത്തതായതുകൊണ്ട് ഉരുകി അങ്ങ് താരും. കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ആ ലെവലില്ലാത്തത് ഇങ്ങനെ അടിവശത്തായിട്ട് വയ്ക്കാം. കണ്ടോ? ഇനി 2-3 ഇതളും കൂടെ വെക്കണമായിരുന്നു. അതിന് മുമ്പേ ഞാനതങ്ങ് തുറന്നെടുത്ത്. കണ്ടോ? നടുക്കൊരു ഗ്യാപ്പ് കണ്ടോ? കണ്ടോ? പിന്നെ ഞാനത് ഒട്ടിച്ചായിരുന്നു കേട്ടോ. ഇപ്പോഴും കണ്ടോ, ഇതിലൊന്നും അങ്ങനെ ഗ്യാപ്പില്ല.
കണ്ടോ. ഇപ്പം ഞാൻ അവിടെ നിന്നൊരു പീസ് എടുത്ത് വെച്ച് എൻ്റെ അകം അങ്ങ് മറച്ച് വെച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക്. എന്നിട്ട് പിന്നെ അത് ഇതൾ കുറവായതുകൊണ്ട് പൂവായിട്ടുണ്ടാക്കി വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. പിന്നെ ഞാൻ അതെടുത്തിട്ട് ഞാൻ പിന്നെ വെച്ചായിരുന്നു, ഇതളുകൾ കൊടുത്തായിരുന്നു. അതെനിക്ക് ഇപ്പം ഞാൻ ആ സൈഡിൽ നിന്ന് ഒരു ഇതേ കളറിലൊരു പേപ്പർ എടുത്ത് അത് ഒട്ടിക്കും, അതിൻ്റെ അകത്തിറക്കി വയ്ക്കുമായിരുന്നേ. പിന്നെ ഞാനതെടുത്തിട്ട് ഉണ്ടോ കണ്ടോ, ഞാൻ അതിന് മറച്ചതാ. അത് കണ്ട, അത് കൊള്ളത്തില്ല. അങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ഒട്ടിക്കുമ്പോൾ അറിയത്തില്ല. കളർ കൊടുക്കാം. വേറെ ഒന്നും അടിക്കാതെടുത്ത കളറാണ്. അതിൽ തന്നെ ഞാൻ എടുത്തപ്പോൾ കളറിനൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ മൊത്തവും വെള്ള വൈറ്റായാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ റോസ് ഒരു പൂവിൽ ഞാൻ മുമ്പേ അടിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ വെച്ചു ഒരു റോസായിട്ട് കൊള്ളത്തില്ല. അങ്ങനെ ആ 2-3 റോസ് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചേ. റോസല്ല, ഓറഞ്ച് കളർ. ഓറഞ്ച്. തെറ്റ് വന്നതിന് ക്ഷമിക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സൗണ്ട് കൊടുത്ത് നമ്മൾ വീഡിയോയിലിട്ട് നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. തെറ്റുകൾ ക്ഷമിക്കുക. ഇത് തന്നെ ഒരു 10-20 തവണ ചെയ്തിട്ടാണ് ഈ സൗണ്ടുകളൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തു വരുന്നേ. പല പല കുറ്റങ്ങൾ തോന്നും, പിന്നെ ഓഫാക്കും. പിന്നെ ട്യൂണിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പറയുന്നതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചതിൽ കുറേയൊക്കെ തെറ്റുകളുണ്ട്. കുറേ തെറ്റുകളല്ല, പല പല കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാനുള്ളതുണ്ട്. കാണുന്നവർക്ക് എന്തായാലും ചെയ്ത് നോക്കുന്നെങ്കിൽ നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ പറയുന്നേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പിന്നെ പല കളറായ അതിനേക്കാളും ഭംഗിയാണ്. ചുവപ്പ്, ഓറഞ്ച്, റെഡ്, മറ്റേ എന്താ പറയുക, മഞ്ഞ, അങ്ങനെ പല കളറുണ്ടല്ലോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ കളറും ഒന്ന് കൊടുത്ത് നോക്കണേ. എൻ്റെ കയ്യിൽ കളറ് കുറവായിരുന്നു. ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ അടിച്ച്, നിങ്ങൾക്ക് അടിക്കാൻ അറിയാമെന്നാലും ഒന്ന് കാണിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് നമ്മളങ്ങനെ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ കപ്പ് കണക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, അത് കമഴ്ത്തി അത് ഒട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ, ഇയാളാണ് ഇത്തിരി പ്രശ്നം. ഇത് വെട്ടിയെടുക്കുന്നതായിട്ട് പാടുള്ള പരിപാടി, പൊടിഞ്ഞു പോകും. ചിലത് നല്ല കട്ടിയുള്ള ബേസ് ബോർഡുണ്ട്. ഇതിന് ഇച്ചിരി ആരോഗ്യം കുറവാണെന്ന് തോന്നുന്നു. മുട്ട വരുന്ന ഇതായതുകൊണ്ടേ ആരോഗ്യം കുറവാണെന്നല്ല, ഇത് ഒരുമാതിരി നമ്മൾ വെട്ടുമ്പോഴേ ഏക്കത്തുമില്ല, എന്നാൽ തൊട്ടാൽ പിഞ്ചി പോകത്തുണ്ട്. ഒരു ഷേപ്പിന് വരത്തില്ല നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. പിന്നെ നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉണ്ടോ,
വലിച്ചു വെച്ചെടുത്ത് ഇങ്ങനെ വെട്ടുമ്പോൾ ഇതുകൊണ്ട്, അല്ലാതെ നമ്മൾ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുക വെച്ച് പാടാം. അതിൻ്റെ അകത്തോട്ട് കത്രിക കയറുന്ന പോലും കാണത്തില്ല. ഇത് വെട്ടിയെടുത്തിട്ട് ഞാൻ ഇന്ന് മുമ്പേ ചെയ്തപ്പോൾ ഞാനിങ്ങനെ വെട്ടിയെടുത്ത് വെച്ചതുണ്ടായിരുന്നു. അത് കുഞ്ഞെങ്ങോട്ടോ പറക്കൊണ്ടായിരുന്നു. ഞാൻ നോക്കുക അതെവിടെയാണെന്ന്. അതവിടെ എവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ പേപ്പറിൻ്റെ ഇടയിലുണ്ട്. ആൾ സൈഡില്ല. അപ്പോൾ ആൾ കൈവച്ച് കഴിഞ്ഞാൽ കാണത്തില്ല. നമ്മൾ പിന്നെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് വരുമ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള പല സാധനങ്ങളും നമ്മളടുത്തുനിന്ന് കാണാതെ പോകുന്നത്. നമ്മളിങ്ങനെ പറയുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാലും അതാ ഇതിൻ്റെ ഇടയ്ക്ക്, വീഡിയോയുടെ ഇടയ്ക്ക് കുറച്ചും കൂടെ നീട്ടം വരുന്നത്. എന്ത് വരുന്നുണ്ടോ? ഇത് പത്ര പേപ്പർ. അത് ഇതിൻ്റെ തണ്ടുണ്ടാക്കാനാണ്. ഇത് ഇങ്ങനെ പത്ര പേപ്പറിൻ്റെ അകത്ത് ഈർക്കിലി, അത് നമ്മൾ ഉണങ്ങിയ ഓലയിൽ നിന്ന് എടുത്താലും മതി. പച്ച ഓലയിൽ നിന്നാലും നമ്മളതിങ്ങനെ എടുത്ത് കൊണ്ടുവന്നാൽ അതിപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കാനും അതാ നല്ലത്. പിന്നെ പേനയാകുമ്പോൾ ഇത്രയും നീളമുള്ളത് കിട്ടത്തില്ല. പേനയോ വേറെ എന്തെങ്കിലും കമ്പി ആയാലും മതി. ചെറിയ കമ്പി ഉണ്ടല്ലോ, അതാ നെയ്യ് വെച്ച് ഇങ്ങനെ ചുരുട്ടിയെടുത്ത്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒന്നും ഒരു ലെവലും വരത്തില്ല. വെപ്രാളപ്പെട്ടും പിന്നത്തെ പറയത്തില്ലേ, മറ്റേ വലിച്ച് നീട്ടി ചെയ്യണ്ടെന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ അത് ചുരുണ്ടൊക്കെ ഇറങ്ങി വഴിക്കും. ഇവിടെ ഫെവിക്കോൾ ഒട്ടിച്ചു. ഇതിനകത്ത് ഫെവിക്കോളിൻ്റെ ആവശ്യമുള്ളൂ. ആ ഗ്ലൂ ആണെന്നും വേണ്ടി ഒട്ടിക്കണ്ട. പിന്നെ ഇതിന് കട്ടി കുറഞ്ഞ ഭാഗം മുകൾ വശം അരിഞ്ഞ് കളയണം. ഇത് കട്ടിയുള്ള സ്ഥലം തൊട്ടെടുത്താൽ മതി. നമുക്ക് ഈ കപ്പ് ഇതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുമ്പോൾ ഉണ്ടോ ഞെട്ടുവശം, അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊടുക്കണം. എന്നാലേ ഈ കപ്പിൻ്റെ അകത്ത് ഉൾവശത്ത് ഇറക്കുമ്പോൾ ഇതുമായിട്ട് ചേർത്ത് നമുക്ക് ഒട്ടിക്കുമ്പോൾ ഈ പേപ്പർ അതുമായിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കപ്പ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പം കപ്പ് ഇങ്ങനെ അയഞ്ഞതിൽ നിന്ന് പോകും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അകറ്റി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ എടുത്തതോ വേറെ ഒരു ഈർക്കിലി ഉണ്ടോ, ഓലയുടെ ഈർക്കിലി ഇങ്ങനെ ഇറക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ പൂ ഒട്ടിച്ച് വെച്ച് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതൊരുമാതിരി ആരോഗ്യമില്ലാത്ത കണക്കായി പോകും. നമുക്ക് അതിനൊരു ആരോഗ്യത്തിന് വേണ്ടി പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബൊക്ക കണക്കത് കെട്ടുമ്പം പേപ്പർ ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പിടിച്ച് കെട്ടുകയൊക്കെ ചെയ്യുമ്പോഴേ വളഞ്ഞു പോകും. ഇപ്പോൾ ഇതൊരു ഈർക്കിലിയും കൂടെ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഈർക്കിലി ഇരിക്കുന്നതെന്ന് അറിയത്തുമില്ല, ഒരു ആരോഗ്യവും കിട്ടും. ഉണ്ടോ? പിന്നെ ഈ കപ്പിൻ്റെ അകത്ത് ഈ കത്രികയുടെ ചുവട് വെച്ച് ഒരു ചെറിയൊരു കുത്ത് കൊടുത്താൽ മതി. അത് വെക്കം അങ്ങ് കീറിപ്പോകും. ശ്രദ്ധിച്ച് നമ്മൾ കുത്തിയില്ലെങ്കിൽ വെക്കം അങ്ങ് കീറിപ്പോകും. പത്ര പേപ്പറല്ലേ, അതിൻ്റെ സൈഡൊന്ന് ചുരുട്ടിയിട്ട് വയ്യ ഇറക്കിയാൽ മതി. ഇറക്കി ഒന്ന് വലിക്കുമ്പോൾ
വരയ്ക്കുമ്പോൾ നേരെ താഴെ. ഇത് നമ്മൾ സംസാരിച്ചിടുന്നത് ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ചില നേരത്ത് നമ്മുടെ സംസാരിച്ചിടുന്ന വീഡിയോ നമുക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. ഈ സംസാരം വളരെ മോശമായിപ്പോയി എന്ന് വിചാരിക്കും. പിന്നെ കുറ്റങ്ങളെല്ലാവരും പറയും എന്ന് പറയുന്നത് നമ്മുടെ കുറ്റം നമുക്ക് തന്നെ തോന്നും അപ്പോഴും വളരെ മോശമാണെന്ന്. പിന്നെ കേൾക്കുന്നവരവസ്ഥ പറയണം. ഇത് അതങ്ങ് ചേർത്ത് എല്ലോട്ടങ്ങ് ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിവശം പിടിച്ചേക്കുന്ന അടിവശം ഒട്ടിക്കുക. അല്ലെങ്കിൽ ഇത് താഴോട്ട് ഇറങ്ങി വരാതെ അവിടെ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞ് ഇച്ചിരി ഉണങ്ങി കഴിയുമ്പം ശരിയാവും. അവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ച് ഇതേ കണക്ക് ബാക്കി എല്ലാം അങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇതിലെല്ലാം ഞാൻ ഈർക്കിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ കണക്ക് ഒട്ടിച്ച് ഇനി അത് പെയിൻറ്റ് ചെയ്യാം. ഒട്ടി കഴിച്ച് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ അത്രയും എടുത്തൊരു കളറായിട്ട് നിൽക്കണ്ട. ലൈറ്റ് കളർ മതി. അത് ഇച്ചിരി വെള്ളം ചേർക്കുമ്പോൾ ഇത്തിരി തോനെ ചേർക്കാമായിരുന്നു. ഞാൻ ശകലേ ചേർത്തുള്ളൂ. ചേർത്ത് കഴിഞ്ഞ് പിന്നെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോഴേ ഓർത്തെ കുറച്ചും കൂടെ ചേർക്കാമായിരുന്നു. ലൈറ്റായിട്ട് കളർ മതി. അതാണ് ഈ ബേസ് ബോർഡ് ഇതൊക്കെ ഇത് കളർ അടിച്ച ഉടനെ അതൊക്കെ ഉണങ്ങുകയും ചെയ്യും. അതങ്ങനത്തേതായതുകൊണ്ട് പിന്നെ നമ്മൾ അറിയാമെന്നുള്ളവരാകുമ്പോഴത്തേക്കും നമ്മളിടുന്ന സൗണ്ടുകളായാലും വീഡിയോയിലായാലും ഒരുപാട് കുറ്റങ്ങൾ പറയും. അറിഞ്ഞൂടാത്തവർക്കാകുമ്പം പിന്നെ കുഴപ്പമില്ല. ആരോ ചെയ്തു, ആരോ ഇട്ടിട്ട് പോയി, ആരോ ചെയ്ത വീഡിയോ നമുക്ക് മനസ്സുണ്ടെങ്കിൽ കാണാതിരിക്കുക. പിന്നെ വേണ്ടപ്പെട്ടവരാകുമ്പം കുറ്റങ്ങളും കുറവുകളും, നീ ഇങ്ങനെ ചെയ്താൽ ശരിയായില്ല, അങ്ങനെ ചെയ്താൽ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ കൊണ്ടൊന്നും ചെയ്യത്തുമില്ല. ചെയ്യുന്നവരെ കുറ്റങ്ങൾ അവർ കണ്ടുപിടിക്കുകയും ചെയ്യും. ഗ്രീൻ ടേപ്പ് ഇതേ കണക്ക് താഴെ വരെ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പുറമേ പേപ്പർ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്യുമ്പോൾ ഇത് കാണത്തില്ല. പിന്നെ വെറുതെ ഗ്രീൻ ടേപ്പ് കളയേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒരു പച്ച ഇതളായിട്ടിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഞെട്ടായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞ് പിന്നെ ചുറ്റിയതാണ്. ചുറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് അറിയത്തില്ല. അതിൻ്റെ അകത്തേ നമ്മൾ ഈ ബൊക്ക കണക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 സൈഡും കവറിങ് ചെയ്തുകൊണ്ട് പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം.
ഈ നമ്മൾ ഈ മെഴുകുതിരിയിൽ പശ ഉരുക്കിയിട്ട് നമ്മൾ ഇതേ കണക്കെടുത്ത് വെച്ച് പിടിക്കരുത്, സ്പീഡിന് കൊണ്ട് വെച്ച് പിടിക്കരുത്. ഇതിന് കട്ടി കുറവാണ്ട് ഉരുകി പോകും. ഞാൻ ആദ്യം നാണ്ടാണ്ട ഇപ്പോഴും തന്നെ ഒട്ടിക്കുന്നതിൽ തന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എടുത്ത് വെച്ച് പിടിച്ചപ്പോൾ ഇച്ചിരി താന്നു പോയണ്ടോ. ആദ്യം ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വശമില്ലായിരുന്നു. ഇതിങ്ങനെയാണ് ഈ സംഭവം എന്നുള്ളതേ. എടുത്ത് വെച്ച് പിടിച്ച് അതങ്ങ് താന്നു പോയി. നിങ്ങൾ ഒത്തിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതേ കണക്കെല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ വെച്ച് തന്നെ ഇങ്ങനെ പിടിക്കണമെന്നില്ല. നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ഞെട്ട് കണക്കെന്ന് പറയുന്ന സാധനമല്ലേ, അതിപ്പോൾ നമ്മളുണ്ടാക്കിയേ, അതിലോട്ട് വെച്ച് തേച്ചിട്ട് അത് ഇങ്ങനെ വെച്ച് ഇതിലോട്ട് വെച്ച് താഴ്ത്തി പിടിച്ചാലും മതി. അപ്പോഴങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇതിലേത് സ്ഥലത്താണോ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് ഇന്ന സ്ഥലത്തൊക്കെ അത് വരുന്നതെന്ന് ഉറപ്പാക്കിയിട്ട് അവിടെ ഇത് ബോൺ വെച്ച് തേച്ചാൽ മതി. ഉണ്ട്. എല്ലാം ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. പിന്നെ റോസ് കളറിൽ, റോസല്ല, ഈ ഓറഞ്ച് കളറിൽ നമുക്ക് അടിവശത്ത് കളർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വെച്ച് ഒട്ടിച്ചിട്ട് ബാലൻസ് ഉള്ള സ്ഥലത്ത് നമുക്ക് കളർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഓറഞ്ച് കളറിലെ പിന്നെ ഞാൻ ഈ ചെയ്തതിൽ ഭയങ്കരമായിട്ട് എടുത്ത് കളർ നിന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഇച്ചിരി പഞ്ഞി വെച്ച് നനച്ച് പിഴിഞ്ഞ് അതെത്തി തുടച്ച് കഴിഞ്ഞ് ഉണങ്ങിയപ്പോൾ അത് അവിടെ പോയിരിക്കുക. ഞാനിനി പിന്നെ ഒന്ന് ലൈറ്റായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല, കടുത്ത ഓറഞ്ചായപ്പോൾ. പിന്നെ നമുക്ക് കണ്ടോ, എനിക്ക് അവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് പിന്നെ ചെയ്ത് ഞാൻ കണ്ടോ. അതേ കണക്കിന് ഒന്നോ ഇത് ഇങ്ങനെ റൗണ്ടിലൊന്ന് വെട്ടിയെടുത്തിട്ട് ഇന്ന് നടുക്ക് ഒരു ഹോളിട്ട്, എത്ര പൂവാണോ ഉള്ളത് അതിനൊരു ഇച്ചിരി അകലം വെച്ച് ഒരു ഹോളിട്ട് നമ്മളവിടെ ഈ പൂവ് കുത്തി ഇറക്കി വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ഈ ബൊക്കയായിട്ട് പിടിക്കുമ്പം ഈ പൂക്കൾ തമ്മിൽ അടുക്കത്തില്ല. അതിനൊരു നിശ്ചിത അകലം പാലിച്ചേ അത് ഉറച്ച് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പിടിക്കുന്ന അനുസരിച്ച് മുകളിലോട്ട് കൈ കയറിപ്പോയാൽ പൂ പിന്നെയും ഇറുകിപ്പോവും, താഴോട്ട് കൈ ഇറങ്ങിയാൽ പിന്നെ പൂ അയഞ്ഞു പോവും. അതിനേക്കാളും ഇങ്ങനെ ഒരു സ്റ്റാൻഡ് തന്നെ നടുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൂവ് നമ്മളെങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതേ കണക്ക് അവിടെ നിന്നോളും. പിന്നെ ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചത് അതിൻ്റെ ഇടയിൽ കൂടെ അയഞ്ഞിറങ്ങി വരുന്നുണ്ട്. നല്ലൊരു ചുറ്റി കൊടുക്കാത്തതിൻ്റെ പ്രശ്നം. അത് കുഴപ്പമില്ല, അത് ഇതിൻ്റെ അകത്ത് പോകുമ്പോഴേ അതങ്ങ് ഗ്രീൻ ടേപ്പ് ചുറ്റിയില്ലെങ്കിലും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതേ കണക്ക് അതെല്ലാം 4 സൈഡിലും കറക്കി കൊടുത്ത് ഗ്യാപ്പിട്ടിട്ട് നല്ല ഒരു നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ചുവട് വെച്ച് ഒന്ന് ഗ്യാപ്പൊന്ന് അകലം കൊടുത്തിട്ട് ഇത് ഇറക്കിയാൽ മതി. ഉണ്ടോ, ഇപ്പം നമുക്ക് എങ്ങനെയാണോ പൂ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പൂവിൻ്റെയും ഒരേ കണക്ക് അതിനെ ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ ഞാനിങ്ങനെ എല്ലാവരും കൂടെ എല്ലാത്തിനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്, ഒരു അവർ നയഞ്ഞിറങ്ങാതിരിക്കാൻ. ഇത് പരീക്ഷ പേപ്പറാണ്, പിടിച്ചെന്താ അത് ഇങ്ങനെ 4-5 പേപ്പർ ഒരുമിച്ചുണ്ട്. അതിനിങ്ങനെ ഒത്ത് മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങനെ
മടക്കി കൊടുത്ത് ഈ ഈ പേപ്പർ എല്ലാം കൂടെ ഒത്തായത് കൊണ്ടാണ് ഇത്രയും മടക്കാൻ പാട്. ഇതുവരെ മടക്കി ഫുള്ളാണ് വെച്ചിട്ട് നമ്മൾ ഇത് മടക്കുന്ന അനുസരിച്ച് അത് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ഈ ഞൊറി എടുക്കുന്ന കണക്ക് അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. സ്ട്രോങ് അല്ല, ഒരു ചുളിവ് വരാതെ നമ്മൾ നിവർത്തി കഴിഞ്ഞാലും ആ ഒരു മടക്കയിൽ കാണും. കണ്ട ആ സൈഡിലായിട്ട് ഒരു കപ്പ് ഇരിക്കുന്നുണ്ടോ? അത് ഈ സൈഡിൽ ആൾ നിൽക്കുന്നതുകൊണ്ട് ഞാനെടുത്ത് അപ്പുറത്തോട്ട് വെച്ചതാണ്. വെള്ളം ബ്രഷ് മുക്കാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നതാ. അതെ, കുഞ്ഞ് തട്ടിയിടും, അതുകൊണ്ട് എടുത്ത് വെച്ചതാണ്. അല്ല, ഇത് മൊത്തം ഇങ്ങനെ മടക്കണം. മടക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ള് മടക്കി അത് നല്ലപോലെ ഒന്ന് കൈ വെച്ചത് പ്രസ് ചെയ്തിട്ട് നിവർത്തിയെടുത്താൽ മതി. കണ്ട നമ്മൾ ഈ പേപ്പറിൽ ഈ പൂവിലിങ്ങനെ വെച്ച് പിടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ മേശപ്പുറത്ത് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ സെറ്റ് ചെയ്ത് അടുക്കി ക്രോസ് ചെയ്ത് വെച്ച് ഒട്ടിക്കണം. നമ്മളാദ്യം ഫെവിക്കോൾ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കാവും. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് ചുറ്റി വളച്ച് ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ പിടിക്കുന്നെങ്കിൽ അത് അത്രയ്ക്ക് എളുപ്പമാണ്. ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, പിന്നെ അങ്ങനെ വെച്ച് കൊണ്ടാക്കിയാൽ ഞാൻ പിന്നെ ഫെവിക്കോൾ ഒട്ടിച്ചത് തേച്ചൊട്ടിച്ചേ. അതിനേക്കാളും നല്ല തറയിലിങ്ങനെ നമുക്ക് ക്രോസ് ചെയ്ത് നമുക്ക് എത്ര അകലമാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കങ്ങനെ ചെയ്താൽ മതി. താഴെ കണ്ടോ, അത് ഇളവിയെന്ന് ഇതൊന്നുമില്ല. അത് നമുക്ക് അതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മളിത് ഒട്ടിക്കും. അതാ ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് ആ ഗ്രീൻ ടേപ്പ് ഒട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതേ കണക്ക് ഇങ്ങനെ മടക്കിയ പേപ്പർ തന്നെ 2 പേപ്പർ താഴോട്ട് കൊടുത്ത് മടക്കി താഴോട്ട് കൊടുത്ത് അവിടെ ഒരു കട്ടിക്ക് ആ സ്റ്റാൻഡ് കണക്ക് അവിടെ അങ്ങ് ഉറപ്പിക്കണം. ആ പിടിക്കുന്ന സ്ഥലം അവിടെ ഇപ്പം നമുക്ക് ഒരു റിബൺ ഉണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഈ ഫ്രോക്കിൻ്റെയൊക്കെ അറ്റത്ത് നമ്മൾ കെട്ടത്തില്ലേ കുഞ്ഞുങ്ങൾക്ക്, അതേ കണക്കൊന്ന് കെട്ടിക്കൊടുത്താൽ നല്ലതായിരുന്നേനെ. അതില്ലായിരുന്നു. പിന്നെ അതിന് പകരം ഞാൻ ഗ്രീൻ ടേപ്പ് ഇങ്ങനെ ഗ്രീൻ ടേപ്പ് തന്നെ ചുറ്റി കെട്ടിക്കൊടുത്തേ. ഇനി ചെയ്യുന്നെങ്കിൽ താഴെ അറ്റം വരെ അത് ഒട്ടിച്ച് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചാൽ നല്ലതായിരുന്നേ. താഴെ വരെ ഒട്ടിച്ച് അതൊരു പിടിക്കാൻ പറ്റുന്നൊരു ബൊക്ക കണക്ക്. ഇതും പിടിക്കാൻ പറ്റത്തില്ലെന്നല്ല, അങ്ങനെ ചെയ്താലും മതിയായിരുന്നു. ഇത് കണ്ടോ, ഇത് ഇവിടെ മുകളിലോട്ട് കയറ്റി ഒട്ടിക്കണം. കണ്ടോ, ആ ഫ്ലവറിൻ്റെ ഇടയിൽ കൂടെ കാണാതെ താഴോട്ട് ആ പേപ്പർ വെച്ച് ഇവിടെ മുകളിലോട്ട് പിടിച്ച് ഒട്ടിക്കണം.
നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. എന്താ, കൊള്ളാമോ? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.